നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുകയാണ്. നിക്ഷേപകർ ആവശ്യപ്പെടുന്ന നിമിഷം പണം തിരികെ നൽകാൻ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. ബാങ്ക് നഷ്ടത്തിലായതോടെ കാലാവധി പൂർത്തിയായ സ്ഥിര നിക്ഷേപങ്ങൾ പോലും മടക്കി കിട്ടുന്നില്ല എന്ന പാലാ കീഴ്ത്തടയൂർ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിനെതിരായ ഹർജിയിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ സാഹചര്യം വളരെ മോശമാകും. ഒരു ബാങ്കിന് ഇളവ് അനുവദിച്ചാൽ അത് ഭാവിയിൽ എല്ലാ നിക്ഷേപകരെയും ബാധിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കട്ടായം പറഞ്ഞിരിക്കുന്നത്. ഹർജി ഏപ്രിൽ 11 വീണ്ടും മാറ്റിയിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട വിഷയമല്ലെന്നും സഹകരണ മേഖലയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണെന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ദശാബ്ദങ്ങളായി CPM ഭരിക്കുന്ന കീഴ്ത്തടിയൂർ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ വൻതുക വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയതോടുകൂടിയാണ് നഷ്ടത്തിലായത്. ഇതോടെ കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കാൻ എത്തിയിരുന്നു. എന്നാൽ നിക്ഷേപം തിരികെ നൽകാനാവാത്ത സ്ഥിതിയും വന്നു. നഷ്ടത്തിലായതോടുകൂടി ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ പൂട്ടി. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാനാവാത്ത സ്ഥിതിയുമാണ്. ജീവനക്കാരെ എല്ലാം CPM പ്രവർത്തകരോ കുടുംബാംഗങ്ങളോ ആയതിനാൽ ശമ്പളം ലഭിക്കാത്തതിന്റെ പേരിൽ പരാതി ഉയരുന്നില്ല. അടുത്തിടെ ഏതാനും ഈട് വസ്തുക്കൾ ലേലം ചെയ്താണ് തൽക്കാലം പിടിച്ചു നിന്നത്. എന്തായാലും ഏപ്രിൽ 11 കോടതിയുടെ തീരുമാനം അതിനിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കോടതിയുടെ ഇടപെടൽ വരുമ്പോൾ തന്നെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കർശനമായി തന്നെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കാര്യം ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന കൃത്യമായി തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ ബാങ്ക് നഷ്ടത്തിലായതോടുകൂടി കാലാവധി പൂർത്തിയായ സ്ഥിര നിക്ഷേപങ്ങൾ പോലും മുടങ്ങിക്കിടക്കുന്നില്ല എന്ന പാലാ കീഴ്ത്തടിയൂർ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിനെതിരായ ഹർജിയിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ സാഹചര്യം വളരെ മോശമാകുമെന്ന് കണിശമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്കിൽ നടന്ന സംഭവ വികാസങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായി അറിയാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് നിർണായകമാകും. ഏപ്രിൽ 11 കേസ് മാറ്റുമ്പോൾ എന്തായിരിക്കും ഹർജിയിൽ പുതിയ വാദം, എന്തായിരിക്കും കോടതിയുടെ മറ്റു ചില വാദങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.